ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ വീട്ടിൽ നല്ല ശുദ്ധമായ നെയ്യ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ്. നെയ്യ് അതുപോലെ വെണ്ണയൊക്കെ മക്കൾക്ക് കൊടുക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ എന്നും പാൽ വാങ്ങണവരാണെങ്കിൽ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ പാൽ വാങ്ങി തിളപ്പിച്ചു. പിന്നെ പാൽ തിളച്ച് വന്നതിന് ശേഷം ഒരു സിമ്മിലാക്കിയിട്ടൊരു കുറച്ച് സമയം അങ്ങനെ ഒന്ന് വെക്കണം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇതേപോലെ ഒരു പാട കിട്ടും, മഞ്ഞ കളറിൽ പാട. അത് നമ്മൾ ഇതേപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുത്തിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് നമ്മൾ എന്നും ഫ്രിഡ്ജിൽ വെക്കുക. പുറത്ത് വെക്കരുത്. ഫ്രീസറിൽ വെച്ചാലും കുഴപ്പമില്ല. നല്ല തണുപ്പുള്ളതാണെങ്കിൽ പുറത്തന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കാം, അല്ലെങ്കിൽ ഫ്രീസറിൽ വെക്കാം. അല്ലെങ്കിൽ അതൊരു സ്മെല്ല് വരും. നമ്മൾ അങ്ങനെ എടുത്ത് വെക്കല്ലേ. അപ്പോൾ ഇതൊക്കെ പാൽ ചൂടാറി ഞാൻ ഇത് എടുത്ത് വെച്ചതാണ്. ഒരു ടിന്നിലാക്കി അടച്ച് വെച്ചതാണ്. ഇതൊരു ഒരാഴ്ചത്തെ പാലിൻ്റെ പാടയാണ്. ഞാൻ എന്നും പാൽ വാങ്ങാറില്ല. ആഴ്ചയിൽ 3 പ്രാവശ്യം 1 ലിറ്റർ പാൽ വാങ്ങും തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ പാട മാറ്റിയിട്ടാണ് തൈര് ഉണ്ടാക്കാറ്. പിന്നെ അത് കടഞ്ഞെടുക്കാറില്ല. അപ്പോൾ ഞാൻ അതേപോലെയാണ് തൈര് കൂട്ടൽ. അപ്പം വെണ്ണയ്ക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്യും. അപ്പം ഞാനത് മിക്സിയിലിട്ടിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. തണുത്ത പാടയും തണുത്ത വെള്ളം ഒഴിച്ചിട്ട് വേണം അടിച്ചെടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതേപോലെ കൂടിന് വരും വെണ്ണ. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് അല്പം കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. അപ്പോൾ കണ്ടോ, വെണ്ണയൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിത് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ഉരുക്കിയെടുക്കണമെന്ന് വെച്ചാൽ ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്താൽ ഇതിങ്ങനെ ഉരുളകളായി വരും. ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ സൈഡിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള വെണ്ണയാണിത്. അപ്പോൾ നമ്മുടെ വെണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉരുളയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. മുമ്പ് ഇത് പഴയ കാലത്തൊക്കെ തൈര് ഉണ്ടാക്കിയിട്ട് അത് മൺകലത്തിൽ ഒഴിച്ചിട്ട് മന്ദംകോല് വെച്ചിട്ട് കടഞ്ഞെടുക്കുമായിരുന്നു. ഞങ്ങളുടെ ഉമ്മയൊക്കെ ചെയ്തിരുന്നു. ഞങ്ങളുടെ അടുത്ത് പോയിരുന്നിട്ട് ഇതിൻ്റെ മോരും അതുപോലെ സൈഡിലൂടെ നെയ്യൊക്കെ ഇങ്ങനെ ആയതൊക്കെ ഞങ്ങളുടെ ഉമ്മ കയ്യിൽ ഞങ്ങൾക്ക് തരാറുണ്ട്. അങ്ങനെ ആയിരുന്നു ഈ നെയ്യ് എടുത്തിരുന്നത്. അന്നത്തെ കാലം മിക്സികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ രീതിയിൽ കടഞ്ഞെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അന്നത്തെ കാലം എല്ലാ വീട്ടിലും മിക്ക വീടുകളിലും പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ പുറത്തുനിന്ന് വാങ്ങല്ലേ പാല്. ഇത് മിൽമ പാലിൽ കിട്ടൂല കേട്ടോ ഈ ഒരു നെയ്യ്. പശുവിൻ പാൽ ഒറിജിനലായിട്ട് വാങ്ങണ പാലിന് ഈ ഒരു നെയ്യ് കിട്ടുള്ളൂ. അപ്പം ഞാൻ 3 പ്രാവശ്യമായിട്ട് ഇത് കഴുകി എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ നിർത്തിയിട്ട് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നെയ്യ് ഉരുകി വരുന്നുണ്ട്. ഇത് നന്നായിട്ട് തിളച്ചിട്ട് ഇതിൻ്റെ വെള്ളവും അതുപോലെ അതിൻ്റെ പതയൊക്കെ വറ്റി വരും. അപ്പോൾ നമ്മൾ ഈ നെയ്യ് മൂത്തോന്നറിയൽ ഇതിൻ്റെ പതയൊക്കെ പൊട്ടി വെള്ളമൊക്കെ വറ്റിയിട്ടാണ് മൂത്തോന്നറിയാം. അപ്പം ഞാനൊരല്പം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമൊന്നുമില്ല, കളറുണ്ടാവും. ഞാനൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ഇട്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരുന്നുണ്ട്. മൂപ്പാവുമ്പോൾ ഈ പതയൊക്കെ താന്നു പോവും. ഇപ്പോൾ നെയ്യ് പതയൊക്കെ വെള്ളമൊക്കെ പൊട്ടിക്കഴിഞ്ഞു, പതയൊക്കെ ഇങ്ങനെ അമർന്ന് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നെയ്യ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് കുപ്പിക്ക് ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കിക്കോ. നമുക്ക് നല്ല ശുദ്ധമായ നെയ്യ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ദിവസം പാൽ വാങ്ങണവർക്കാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു മാസത്തൊക്കെ പാടങ്ങനെ എടുത്തേക്കാണെങ്കിൽ നന്നായിട്ട് ഒരു 500 ഗ്രാമെങ്കിലും നെയ്യൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഞാനൊരു കുപ്പിയിലേക്ക് ആക്കി വെക്കുന്നുണ്ട്. ഇത് കുറച്ച് ദിവസങ്ങളിലെ പാലാണ്. ഞാൻ ആഴ്ചയിൽ 3 പ്രാവശ്യം പാൽ വാങ്ങും. ആ പാൽ 1 ലിറ്റർ പാൽ വാങ്ങും. അതിൻ്റെ പാടയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഡെയിലി പാൽ വാങ്ങണവർക്കാണെങ്കിൽ ഈസി ആയിട്ട് കുറേ നെയ്യ് തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഞാൻ തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൽ വാങ്ങണതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാടയാണ് ഞാൻ എടുത്ത് വെക്കാറ്. അപ്പോൾ ഞാനിതാ നെയ്യൊക്കെ അരിച്ച് ഒരു ഗ്ലാസ്സിൽ ഒരു 1/2 ഗ്ലാസ് കപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലൊരു കുപ്പിയിലേക്ക് ആക്കി വെക്കുന്നുണ്ട്. അതൊരു 50 ഗ്രാമോളം ഉണ്ടാവും.
അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.